റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക സെലൻസ്കിക്കെതിരെ തിരിയുന്നു എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടതാണ്. അടുത്ത ഘട്ടമായി സംഭവിച്ചിരിക്കുന്നത് റഷ്യ ഉക്രൈനിൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഇതിനുശേഷം വീണ്ടും അടുത്ത പടിയിലേക്ക് എത്താൻ പോവുകയാണ്. കാരണം ട്രംപിന്റെ ഈ 28 പോയിന്റ്സ് അടങ്ങിയ ആ പീസ് പ്ലാൻ ഉണ്ടല്ലോ, അതിൽ റഷ്യ പിടിച്ചെടുത്ത ഈ ഭൂപ്രദേശം, അതായത് ഉക്രൈനിലെ ചില പ്രദേശങ്ങൾ റഷ്യ ഇപ്പോൾ ഓക്കുപൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം റഷ്യക്ക് ഇതിന് നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എത്രത്തോളം പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമോ അത്രത്തോളം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ അറിയാൻ പോകുന്നത് ഫ്രാൻസിന്റെ നാവികസേന പാകിസ്ഥാനിൽ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പാകിസ്ഥാനിലുള്ള ഒരു മാധ്യമം ജിയോ TV ബ്രോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവർ പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ചാനലാണ്. ഇവർ ചില ദിവസങ്ങൾക്ക് മുൻപ്, 2 ദിവസത്തിന് മുൻപ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഫ്രാൻസിന്റെ നാവികസേനയിലുള്ള ഒരു അധികാരി, കമാൻഡർ പൊസിഷനിലുള്ള ഒരു വ്യക്തി, ഇദ്ദേഹം റഫേൽ ലോസസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിൽ റഫേൽ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ്സ്, പ്രധാനമായും J-17, J-10C യുദ്ധവിമാനങ്ങൾ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫ്രാൻസ് തന്നെ സമ്മതിച്ചു. ഇങ്ങനെ ഈ ഒരു വാർത്ത ഇവരുടെ ഒരു ഒഫീഷ്യൽ വാർത്തയാക്കി തന്നെ പുറത്തുവിടുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ വരുന്ന ഒരു വാർത്തയ്ക്കും സാധാരണ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിനും ഇതുപോലൊരു പ്രധാനപ്പെട്ട വാർത്താ മാധ്യമം, അതും ആ രാജ്യത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം, അതിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യവും അധികമാണ്. അപ്പോൾ ഈ വാർത്ത വന്ന ഉടൻ തന്നെ ഇത് കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ശരിക്കും പാകിസ്ഥാൻ പറയുന്നത് ശരിയാണോ എന്ന രീതിയിൽ, ചിലർ ഇതിനെ അനലൈസ് ചെയ്യുന്ന രീതിയിൽ പോലും ഈ ഒരു വിഷയം മാറി. എന്നാൽ ഇതിന് ശേഷമാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റ് സംഭവിച്ചത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ റഫേലിനെ ഡോമിനേറ്റ് ചെയ്തു എന്നത് പാകിസ്ഥാൻ തന്നെ പറയുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യം അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർത്ത ഫ്രാൻസ് രാജ്യത്തിന്റെ നാവികസേനയിലേക്ക് ഇവരിതിന് എന്ത് മറുപടി പറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പാകിസ്ഥാൻ ഏത് ഫൂട്ടേജ് ആണോ ഷെയർ ചെയ്തത്, അതായത് ഏത് അധികാരി പറഞ്ഞതായിട്ടാണോ അവർ ഈ വാർത്ത പുറത്തുവിട്ടത്, ആ ഫൂട്ടേജ് എടുത്തു കാണിച്ചുകൊണ്ട് ഇവർ തന്നെ ഒഫീഷ്യലായി അവരുടെ ട്വിറ്ററിൽ ഒരു വാർത്ത കൊടുത്തു. ഫ്രാൻസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ തന്നെ അവർ ഇതിനെക്കുറിച്ചുള്ളൊരു മറുപടി നൽകി. ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. ഫ്രാൻസ് രാജ്യത്തിന്റെ നാവികസേനയോ സൈന്യമോ ഇത്തരം ഏതൊരു സ്റ്റേറ്റ്മെന്റും പുറത്തുവിട്ടിട്ടില്ല. മാത്രവുമല്ല, ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിൽ ഏത് ഫൈറ്റർ ജെറ്റ് ആരെ ഡോമിനേറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. പാകിസ്ഥാന്റെ ഈ ഫൈറ്റർ ജെറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. ഇങ്ങനെ മുഖത്തടിച്ചതുപോലുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറി. സത്യത്തിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം ഏതെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അവിടെ പാകിസ്ഥാന്റെ PR മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഇതിന് പിന്നിൽ ചൈനയുടെ ഒരു വലിയ ബാക്കിംഗ് നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാടെടുത്ത് കണ്ടതാണ്. ഇപ്പോൾ റഫേലിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ, തേജസിനെതിരെയുള്ള ഈ ക്രാഷ്, ഇവയെല്ലാം ചേർത്ത് എല്ലാ കാര്യത്തിലും ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ ദുബായ് എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം ക്രാഷ് ആയതിനു ശേഷം ഇവരുടെ ഈ ഒരു PR, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തനം വീണ്ടും 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ട്വിറ്ററിൽ പുതുതായി ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് അറിയാമോ എന്നറിയില്ല. ഇപ്പോൾ ഒന്ന് പരിശോധിക്കുക. ആ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിന്റെ പ്രൊഫൈലിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടാകുമല്ലോ, ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, ഞാൻ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി, ദേശസ്നേഹി എന്നൊക്കെ പ്രൊഫൈലിൽ ഉണ്ടാകും. പക്ഷേ അവരുടെ ഹാൻഡിൽ ഓപ്പറേറ്റ് ആകുന്ന സ്ഥലം അത് വ്യത്യസ്തമായിരിക്കും. അത് കണ്ടെത്താൻ കഴിയും. അതാണ് ഈ ഫീച്ചർ, പുതിയ ഫീച്ചർ. ഇത് ടെമ്പററി ഇപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ തേജസിന്റെ ക്രാഷിന് ശേഷം ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾ എന്ന് കാണിച്ചുകൊണ്ട് ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ അകപ്പെട്ടിട്ടുണ്ട്. 418-ലധികം മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള വാർത്ത പരത്തുന്നവരാണ്. അതായത്, ഞാൻ ട്രൂ നാഷണലിസ്റ്റ് ആണ്, ഞാൻ ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ മുഖംമൂടി ധരിച്ച് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 418-ലധികം ഹാൻഡിൽസ് ആണ് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെത്തിയെന്നതല്ല, എല്ലാവരും എക്സ്പോസ് ആയി. ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെ എല്ലാവരും ഒരേ #ഹാഷ് യൂസ് ചെയ്ത്, എല്ലാവരും ഒരേ തരത്തിലുള്ള ഇമേജസ് യൂസ് ചെയ്ത്, മുകളിൽ നിന്നും അവർക്ക് എന്താണോ നൽകുന്നത്, ഫോണിനാണോ നൽകുന്നത്, അത് യൂസ് ചെയ്ത് ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ്സിന് എതിരെയുള്ള ട്വീറ്റ്സ് നൽകുക. ഇങ്ങനെ പൂർണ്ണമായും ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാവരും എക്സ്പോസ് ആയിട്ടുണ്ട്.
ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തേജസിനെതിരെ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം ലോകരാജ്യങ്ങളെല്ലാം അതിനെതിരെ തിരിയും എന്നൊക്കെയായിരുന്നു വിശ്വസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വസ്തത പോകുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ പല രാജ്യങ്ങളും തേജസിൻ്റെ ക്രാഷ് വലുതായി കണ്ടേയില്ല. കാരണം എയർ ഷോയിൽ സംഭവിക്കുന്ന ഒരു ക്രാഷ് ഏത് കാരണത്താൽ സംഭവിച്ചു, ആ വിമാനം ശരിക്കും ടെക്നിക്കൽ മാൽ ഫങ്ഷൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇതെല്ലാം അവർ ഗസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഉദാഹരണം അമേരിക്കൻ വ്യോമസേനയിലെ ചില പൈലറ്റ്സ്, അതും ആ എയർ ഷോയിൽ പങ്കെടുത്ത ചില പൈലറ്റ്സ് തേജസിനെ കുറിച്ച് ഇവർ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയൊരു കാര്യമായി മാറിയത് തന്നെ ക്രാഷ് നടന്ന അടുത്ത ചില സെക്കൻഡിൽ തന്നെ ദുബായ് ഈ ഈവന്റ് ഹോസ്റ്റ് ചെയ്ത കമ്മിറ്റി അടുത്ത ഫൈറ്റർ ജെറ്റിനെ പറത്തിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതായത് ഇപ്പോഴാണ് ഒരാൾ മരിച്ചത്, ഉടൻ തന്നെ അടുത്ത ഘട്ടമായി നിങ്ങൾക്ക് എങ്ങനെ ഫൈറ്റർ ജെറ്റിനെ പറത്താൻ കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. നമ്മുടെ രാജ്യത്തെ ചില മാധ്യമങ്ങളും അത് സംസാരിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈന്യത്തിൽ നമ്മൾ പോയാൽ തന്നെ ഡ്യൂട്ടി വേറെ ആയിരിക്കും, നമ്മുടെ ഇമോഷൻസ് വേറെ ആയിരിക്കും. നമ്മുടെ പൈലറ്റ് മരിച്ചു എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമുക്കാണ് വലിയ ലോസ്. അതവർ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇതിനു വേണ്ടി ഷോ നിർത്തണം എന്നുള്ള യാതൊരു ആവശ്യവും ഇല്ല. നമുക്കത് അവരിൽ നിന്നും പ്രതീക്ഷിക്കാനും സാധിക്കില്ല. അപ്പോൾ ഡ്യൂട്ടി ഫസ്റ്റ് എന്നൊരു കാര്യം വരുമ്പോൾ അവർക്ക് നൽകിയിട്ടുള്ള ജോലി, ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജോലി അവർക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. അതും ദുബായ് സംബന്ധിച്ചിടത്തോളം അവർ ഇത് നടത്തണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ നടത്തിയേ തീരുകയുള്ളൂ. നമുക്കതിലൊന്നും ചെയ്യാനും കഴിയില്ല. കൂടാതെ ഇതെല്ലാ സിനാരിയോസിലും മാച്ച് ആകും. നിങ്ങളൊരു ബാറ്റിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ട് സൈനികൻ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അടുത്ത ഘട്ടത്തിൽ നോക്കി പോയേ മതിയാവുകയുള്ളൂ. ഇതാണ് സൈന്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം. അപ്പോൾ ഇന്ത്യയുടെ വശത്തുള്ള ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ റഷ്യ വേഴ്സസ് ഉക്രൈൻ, തീർച്ചയായും പറയാം റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ ഉക്രൈൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ചോദ്യം. റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു തെർമൽ പവർ പ്ലാന്റിൽ ഉക്രൈൻ ആക്രമണം നടത്തി. ഉക്രൈൻ ആക്രമണം നടത്തിയതിനു ശേഷം അവിടെ സംഭവിച്ചത് മോസ്കോയിലുള്ള ചില പ്രദേശങ്ങളെ ഷട്ട് ഡൗൺ അനൗൺസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ സാധാരണ ഉക്രൈനുള്ളിലാണ് സംസാരിച്ചിട്ടുള്ളത്. റഷ്യ ആക്രമിച്ചു, ഉക്രൈൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, ഉക്രൈൻ ബ്ലാക്ക് ഔട്ട് ഫേസ് ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ അതേ കാര്യം ഇപ്പോൾ ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഇവിടെ റഷ്യയ്ക്ക് ഒരു വലിയ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. ഈ ഡ്രോൺസ് മാത്രമാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ അവിടെ എൻഗേജ് ചെയ്യാൻ എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. പ്രധാനമായും ഈ മോസ്കോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തിവെച്ചിട്ടുണ്ടാകും. എന്നാൽ 5-ലധികം ഡ്രോണുകൾ താഴെ വീണ് ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ഡ്രോൺസ് ഞങ്ങൾ ഡിഫൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഇത്രത്തോളം കൂടുതൽ ഡ്രോണുകൾ താഴെ വീണ് ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി മാറിയിരിക്കുന്നത്. ഇതിന്റെ മറുപടി റഷ്യയുടെ പക്കൽ നിന്ന് മാത്രമേ വരികയുമുള്ളൂ. ഇതുവരെയും അത് വന്നിട്ടില്ല. ഈ തെർമൽ പവർ പ്ലാന്റിനെ ആക്രമിച്ചത് ഉക്രൈന് PR വൈസ് വലിയൊരു വാർത്തയായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ഇത് റഷ്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡിലോ അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കപ്പാസിറ്റിയിലോ ഏതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവരുടെ പക്കൽ റിസോഴ്സ് ഒരുപാടുണ്ട്. എന്നാൽ ഉക്രൈന് വാർത്തകൾ പറയുന്ന ഒരു രീതി, റഷ്യയെ ഞങ്ങൾ ആക്രമിച്ചുവെന്ന് പറയുന്ന ഒരു രീതിയിൽ ഇതൊരു വലിയ ന്യൂസായി മാറിയിട്ടുണ്ട്. ഈ സംഭവിക്കുന്ന എല്ലാ സമയവും നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഒരു വശത്ത് അമേരിക്ക ഉക്രൈനിൽ അഴിമതി കുറ്റാരോപണം നടത്തുന്നു, ഉക്രൈനുള്ളിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. മറുവശത്ത് ട്രംപ് 28 പോയിന്റ്സ് അടങ്ങിയ ഒരു പീസ് പ്ലാൻ തയ്യാറാക്കുന്നു, അത് കയ്യിൽ വെച്ചുകൊണ്ട് റെഡിയായി നിൽക്കുകയാണ്. മറുവശത്ത് റഷ്യ ഈസ്റ്റേൺ ഫ്രണ്ടിൽ വളരെ കൂടുതൽ വേഗതയിൽ മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. 28 പോയിന്റ്സ്, അതിലാ പ്രധാനപ്പെട്ട കണ്ടീഷൻ റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന ഈ പ്രദേശം ഇത് റഷ്യക്ക് തന്നെ സ്വന്തമാണെന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ 2-3 പ്രദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക്, അതായത് ഡോൺബോസ് റീജിയൻ, ക്രീമിയ, ഇവയെല്ലാം ഒഫീഷ്യലായി റഷ്യക്ക് നൽകപ്പെടും. മാത്രമല്ല ബാക്കി 2 പ്രവിശ്യ ഇവയെല്ലാം ബഫർ സോണായി ആക്ട് ആകും, ഡീമിലിറ്ററൈസ്ഡ് ചെയ്യുന്ന ഒരു സോണാക്കി മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോൺബോസ് റീജിയൻ പൂർണ്ണമായും റഷ്യക്ക് പോകും, ക്രീമിയ റഷ്യക്കുള്ളിലേക്ക് പോകും. ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ ഇവർക്ക് നൽകാൻ പോവുകയാണ്. റഷ്യയുടെ മാപ്പ് തന്നെ മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 പ്രദേശങ്ങൾ ഒഴികെ ഇതിനുശേഷം റഷ്യ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളെല്ലാം അവർക്കൊരു ബഫർ സോണായി മാറും. അതായത് ഉക്രൈൻ സൈന്യവും അവിടെ ഉണ്ടാകാൻ പാടില്ല, റഷ്യൻ സൈന്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ ഉക്രൈനാണ് വലിയൊരു തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇടയ്ക്ക് നിപ്രോവ് നദി ഒഴുകുകയാണ്. ഈ നദി കടന്ന് ഉക്രൈനെ കൊണ്ട് അപ്പുറത്ത് ചെന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്സസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ക്രീമിയയിൽ നിന്നും കേഴ്സൺ ആക്സസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഡോൺബോസിനും ക്രീമിയയ്ക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് സാബ്രോസേഷ്യ ഉള്ളത്. അപ്പോൾ ഈ 2 റീജിയണിലും റഷ്യ അവരുടെ ആധിപത്യം ചെലുത്തും. റഷ്യയുടെ മിലിറ്ററി പ്രസൻസും അവിടെ ഉണ്ടാകും. ഇത് ആരെ കൊണ്ടും നിഷേധിക്കാനാകില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് കാർഖീവിൽ ഇപ്പോൾ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയത്.
കുപ്പിയാൻസിനെ പിടിച്ചെടുത്തു. കുപ്പിയാൻസിനടുത്തുള്ള നഗരങ്ങളിൽ കൂടുതൽ ആർട്ടിലറി ആക്രമണം കഴിഞ്ഞ് 24 മണിക്കൂറിൽ മാത്രം നടന്നിട്ടുണ്ട്. 400-ൽ കൂടുതൽ ഇടങ്ങളിൽ ആർട്ടിലറി സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. അത് ഈസ്റ്റേൺ ഫ്രണ്ടിൽ മാത്രം. അപ്പോൾ പുട്ടിന്റെ സ്ട്രാറ്റജി ഇവിടെ വളരെ വ്യക്തമാണ്. എത്രത്തോളം സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമോ അതെല്ലാം പിടിച്ചെടുക്കുക. എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ച വരും. അപ്പോൾ നമ്മളായിരിക്കണം അവിടെ ആധിപത്യം ചെലുത്തേണ്ടത്. അത് മനസ്സിലാക്കി അവർ അടുത്ത ഘട്ട പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്ങനെ സംഭവിച്ചാലും അവസാനം പരാജയപ്പെടാൻ പോകുന്നത് സെലൻസ്കി മാത്രമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഓരോരുത്തരായി അഴിമതി കുറ്റാരോപണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അവസാനം ഇദ്ദേഹം ഭരണത്തിൽ നിന്നും പുറത്താകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വേദനിക്കാനോ കണ്ണീരൊഴുക്കാനോ അവിടെ ആരും കാണുകയില്ല. ഇത്രയും ദിവസം ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ഭരണത്തിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം കിട്ടി എന്ന രീതിയിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്കായിരിക്കും അവിടെയുള്ള ജനങ്ങൾ വരിക. ഇതാണ് ഇപ്പോൾ അമേരിക്ക ഉക്രൈനുള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ റഷ്യ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അമേരിക്ക ഇവിടെ വളരെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സെലൻസ്കി ഏത് വലിയ കാര്യത്തെ അടിസ്ഥാനമാക്കിയാണോ അകത്തേക്ക് വന്നത്, ആ ഒരു കൊട്ടാരം തന്നെ ഇപ്പോൾ തകരാൻ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് ഇന്റർനാഷണൽ ലെവലിൽ ഒരു രാജ്യത്തിന്റെ സൈന്യം തന്നെ, നാവികസേന തന്നെ ഒഫീഷ്യലായി ഇതിനും ഞങ്ങൾക്കും ബന്ധമില്ല എന്ന തരത്തിൽ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം പടർത്തുകയാണ്. ഇവയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.